വൈപ്പിൻ അറബിക്കടലിനും കൊച്ചിക്കായലിനും ഇടയിൽ കേവലം 27 കിലോമീറ്റർ മാത്രം നീളമുള്ള ഇടുങ്ങിയൊരു ദ്വീപ്. വീതി ശരാശരി 2 കിലോമീറ്റർ മാത്രം. കേരളത്തിൻ്റെ ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന കൊച്ചിയിൽ നിന്നും കേവലം 5 കിലോമീറ്റർ മാത്രം ദൂരം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപസമൂഹങ്ങളിലൊന്ന്. ജനസാന്ദ്രത 1 ചതുരശ്ര കിലോമീറ്ററിൽ 4000-ഓളം ആളുകൾ. 6 പഞ്ചായത്തുകളിലായി 2 ലക്ഷത്തോളം ജനങ്ങൾ. 3 ഭാഗങ്ങളായി തിരിച്ചാൽ ഒരു ഭാഗം വെള്ളവും 2 ഭാഗം ജനങ്ങളും തിങ്ങിപ്പാർക്കുന്നു. 1341 മഹാപ്രളയത്തിൽ എക്കലും മണ്ണും അടിഞ്ഞുണ്ടായതാണെന്ന് കരുതപ്പെടുന്നു. കടൽ വെച്ചു എന്നർത്ഥത്തിൽ വെയ്പ്പ് എന്ന വാക്കിൽ നിന്നുണ്ടായ നമ്മുടെ സ്വന്തം വൈപ്പിൻകര. പ്രധാന ജീവിതമാർഗങ്ങളായി പറയുന്നത് ടൂറിസവും മത്സ്യബന്ധനവും. ഒരുപക്ഷെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഭൂപടത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഭൂപ്രദേശങ്ങളിലൊന്ന്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില ആളുകൾ വൈപ്പിൻകര എന്നാൽ വൈപ്പിൻ മുനമ്പം ബസ് റൂട്ടും അതിനിരുവശമുള്ള കടകളും വീടുകളും മാത്രമായി ചുരുക്കിയിരിക്കുന്നു. യഥാർത്ഥ വൈപ്പിൻകരക്കാരുടെ ജീവിതം അറിയണമെങ്കിൽ കാർ ഉപേക്ഷിച്ച് ഇടയ്ക്കെങ്കിലും ആ ഇടവഴികളിലൂടെ കടൽ തീരം വരെ ഒന്ന് നീട്ടി നടന്നാൽ മതിയാവും. എല്ലാ കാലവർഷകാലത്തും എണ്ണം കൂടി വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ, വേലിയേറ്റ വെള്ളപ്പൊക്കം മൂലം റോഡുകൾ അഭയം തേടേണ്ടി വരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ, രാത്രിയിൽ ഉറക്കമുണർന്നെഴുന്നേൽക്കുന്നത് വെള്ളത്തിലേക്കാവുന്നവരുടെ മാനസികാവസ്ഥ, ഒരു 4 ദിവസമെങ്കിലും മഹാപ്രളയത്തെ അതിജീവിച്ച നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? മൃതദേഹങ്ങൾ പോലും സ്വന്തം വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റുന്നില്ല. ഇത് കുട്ടനാട്ടുകാരുടെ കാര്യമല്ല കേട്ടോ. എല്ലാവരും വികസിപ്പിച്ച് സ്വർഗമാക്കിയെന്ന് അവകാശപ്പെടുന്ന വൈപ്പിൻകരയുടെ വേനൽക്കാലത്തെ പോലും ചില ഭാഗങ്ങളുടെ അവസ്ഥയാണ്. കടൽക്ഷോഭവും അതിതീവ്ര മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം വർഷത്തിൽ 8 മാസവും ദുരിതത്തിലാവുന്നവർ മത്സ്യത്തൊഴിലാളികൾ. ആഗോളതാപനവും മത്സ്യലഭ്യതക്കുറവും അടിക്കടി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളും മൂലം ജീവിതം ദുരിതത്തിലായവർ. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്നവരുടെ യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ മഹാപ്രളയകാലത്ത് അവരെ റിയൽ ഹീറോസ് എന്ന് പറഞ്ഞ് ആദരിച്ചവർ ഈ ട്രോളി നിരോധന കാലത്ത് ഒരു 10 പേരുടെയെങ്കിലും വീട്ടിൽ ചെന്നാൽ മതിയാവും.